എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കാൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ വയനാട് സന്ദർശനം വളരെ പ്രത്യാശയോടുകൂടിയാണ് കേരളീയ സമൂഹം നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു പൗരൻ എന്ന നിലയിൽ ഒരപേക്ഷ മാത്രമേ മുന്നോട്ട് വയ്ക്കുവാനായിട്ടുള്ളൂ. വയനാടിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിലേത്. ആയിരക്കണക്കിന് മലയോര കർഷകരുടെ ഭൂമിയും വീടും കാർഷിക വിളകളും എല്ലാം നഷ്ടപ്പെട്ട് അനാഥരായിരിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ വളർത്തിയെടുത്ത പുൽമേടുകളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം നശിച്ചിരിക്കുകയാണ്. വലിയ വെള്ളച്ചാട്ടത്തിൽ എല്ലാം അവർ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാലയം വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മോദി ഇതെല്ലാം സൂക്ഷ്മമായിട്ട് നോക്കിക്കാണണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ BJP നേതാക്കന്മാരും BJP മന്ത്രിമാരും ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അദ്ദേഹത്തോട് ഒപ്പമുണ്ടാകണമെന്ന് കേരളീയ സമൂഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വയനാട്ടിൽ നേരിട്ട മഹാദുരന്തത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ശ്രദ്ധ പതിയുവാനും അങ്ങനെ വയനാടിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുവാനും തയ്യാറാകണം എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. കാരണം ഒരു ജനതയുടെ സ്വപ്നമാണ് ഇല്ലാതായത്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇല്ലാതായത്. കേവലം സാങ്കേതികത്വത്തിൻ്റെ മറപിടിച്ച് അതിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാതിരിക്കുന്നത് തികച്ചും അനുചിതമാണ്. ഒരു ദേശീയ ദുരന്തത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും നിയമപരമായിട്ട് അവിടെ ഉണ്ട്. ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് അവിടെ ഒലിച്ചുപോയത്. ഒരു ജനതയുടെ പ്രതീക്ഷകളാണ് അവിടെ ഇല്ലാതായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വയനാട്ടിലെ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ജനകീയമായ മേഖലയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളും രാഷ്ട്രീയക്കാരും ഒരുപോലെ ആവശ്യപ്പെടണം.